പ്രൈസ് ദി ലോർഡ്. മാന്യ പ്രേക്ഷകർക്ക് വന്ദനം. അപ്പൻ എന്ന ശീർഷകത്തിൽ ഞാൻ 2 എപ്പിസോഡുകൾ പുറത്തിറക്കിയിരുന്നു. ധാരാളം പേര് അത് റെസ്പോണ്ട് ചെയ്തു. അതിൻ്റെ തുടർമാനമായൊരു എപ്പിസോഡാണ് ഇന്ന് ഞാൻ റിലീസ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൻ, നല്ലൊരപ്പൻ. ഈ നല്ലൊരപ്പൻ എന്ന വിഷയത്തിൽ നമ്മൾ വിശുദ്ധ തിരുവെഴുത്തുകളിലേക്ക് തിരിയുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പരിചയപ്പെടുത്തുന്നൊരു അപ്പനുണ്ട്. ആ അപ്പനെക്കുറിച്ച് ചില കാര്യങ്ങളൊന്ന് ഇന്ന് പരാമർശിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പനുണ്ടാക്കിയ ധാരാളം മുതൽ, ഒരു ധനികനായപ്പൻ, 2 മക്കളേ ഉള്ളൂ. അതിൽ ഇളയ മകൻ ഒരു ദിവസം ഒന്ന് പറയാം, അപ്പ എനിക്കുള്ള പ്രോപ്പർട്ടീസ്, എൻ്റെ വിഹിതം മുഴുവൻ എനിക്ക് തരണം. ആസ് എ സൺ, മകൻ എന്ന നിലയിൽ എനിക്ക് വരേണ്ടതെല്ലാം തരണം. നമുക്കറിയാം, ന്യായമായും വിഹിതം വാങ്ങി വീട് വിട്ടു പോകാൻ ഒരു മകൻ ആഗ്രഹിക്കുമ്പോൾ ഒരപ്പന്മാർക്കും അതിനിഷ്ടം തോന്നില്ല. ആ അപ്പൻ ഭയങ്കരമായി പരിശ്രമിച്ച് കാണും ആ മോനെ വിടാതിരിക്കാൻ. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ആ മോൻ്റെ നിർബന്ധത്തിന് ഈ അപ്പൻ വഴങ്ങേണ്ടി വന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, അപ്പന്മാരൊക്കെ പരാജയപ്പെടുന്നത് സ്വന്തം മക്കളുടെ മുമ്പിലാണ്. അങ്ങനെ ഈ അപ്പൻ ഈ മകൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. ഈ മകൻ ഈ വിഹിതമെല്ലാം വാങ്ങി വീട് വിട്ടുപോയി. അത് താൻ നശിപ്പിച്ചു. ആ സ്റ്റോറിയൊക്കെ നമുക്കറിയാം. അതിലേക്കൊന്നുമല്ല ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ മകൻ, ഈ 2ാമത്തെ ഇളയ മകൻ വീട്ടിൽ നിന്ന് പോയ അന്ന് മുതൽ ഈ അപ്പൻ വേദനയോടുകൂടെ കഴിയുകയാണ്. ഈ മകൻ എന്നും മടങ്ങി വരും. ഈ സ്വത്ത് മുഴുവൻ അവൻ നശിപ്പിച്ചോട്ടെ, സാരമില്ല, അവൻ മടങ്ങി വരണം. ഞാനുണ്ടാക്കിയ മുതലല്ല എനിക്ക് വിഷയം, എൻ്റെ മകനാണ് എനിക്ക് വിഷയം. ഇന്നെന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സ്വത്തോ സമ്പത്തിനു വേണ്ടിയോ പണത്തിനു വേണ്ടിയോ അപ്പൻ, അമ്മ, മക്കൾ, ബന്ധങ്ങൾ ധാരാളമായി തകർന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണല്ലോ ഇന്ന്. ഈ അപ്പനെ നോക്കിക്കേ, ബൈബിളിൽ യേശു കർത്താവ് പറഞ്ഞ അപ്പനെ നോക്കിക്കേ, മോനെ, നീ വാങ്ങിക്കൊണ്ടുപോയ മുതൽ മുഴുവൻ നീ നഷ്ടപ്പെടുത്തിക്കോ, ഒന്നും എനിക്ക് വേണ്ട, പക്ഷെ നീ മടങ്ങി വരണം. എനിക്ക് മകനാണ് ഇമ്പോർട്ടൻറ്റ്, മോനാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, പണമല്ല. അങ്ങനെ ഈ മകൻ തിരികെ വരുന്നത് നമുക്ക് കാണാം. വീട് വിട്ടുപോയ, ബന്ധം വിച്ഛേദിച്ച, നഷ്ടപ്പെട്ട മകൻ തിരികെ വരുന്നത് കാണാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന, അല്ലെ തിരികെ വരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ. ഇന്നലെ കേൾക്കുന്ന നിങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ മക്കൾ നിങ്ങളുമായുള്ള ബന്ധം വിട്ടിട്ട്, നിങ്ങളുമായുള്ള ആ ഫെലോഷിപ്പ് വിട്ടിട്ട് നിങ്ങളിൽ നിന്നും അകന്നു പോയെങ്കിൽ, അത് ബയോളജിക്കൽ മക്കളാകട്ടെ സ്പിരിച്വൽ മക്കളാകട്ടെ, അവർ മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല അപ്പൻ്റെ ഹൃദയം നമുക്കുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2024 ഓഗസ്റ്റ് 21 ഞാൻ രാവിലെ പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം സാധാരണ നോക്കുന്നത് പോലെ വാട്സപ്പ് പ്രധാന സന്ദേശങ്ങൾ ഞാനിങ്ങനെ നോക്കിയ സമയം എൻ്റെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. 2012 ഇന്നേക്ക് 12 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഗുജറാത്തിലുള്ള ബൈബിൾ സ്കൂളിൽ BTH പ്രോഗ്രാമിന് പഠിക്കാൻ വന്ന റിൻഡു എന്ന് പറയുന്ന ഒരു മോൻ, ബംഗാളിൽ നിന്ന് വന്ന ഒരു ബംഗാളി കുഞ്ഞാണ്. ഭയങ്കര മിടുക്കനായിരുന്നു. നമുക്കൊക്കെ അറിയാമല്ലോ, പശ്ചിമ ബംഗാളിൽ, വെസ്റ്റ് ബംഗാളിൽ 100 ആയിരക്കണക്കിന് കർത്താവിൻ്റെ വേലക്കാരുണ്ട്, സഭകളുണ്ട്, ദൈവമക്കളുണ്ട്. പക്ഷേ ഒറിജിനൽ റിയൽ ബംഗാളികൾ വളരെ കുറച്ചേ കർത്താവിൻ്റെ കൃപയിലേക്ക് വന്നിട്ടുള്ളൂ. ഇന്ന് നമ്മൾ വളരെ ഒരു മിഷണറിമാർ, സഭകൾ, മിഷണറി പ്രസ്ഥാനങ്ങൾ ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്കും ധാരാളം സഭകൾ വെസ്റ്റ് ബംഗാളിലുണ്ട്. പക്ഷെ അവരൊക്കെ നേപ്പാളി കമ്മ്യൂണിറ്റിയിൽ നിന്നോ മറ്റ് ഇതര കമ്മ്യൂണിറ്റികളിൽ നിന്നോ ബംഗാളിൽ വന്ന് സെറ്റിലായവരാണ്. പക്ഷേ റിയൽ ബംഗാളികൾ വളരെ കുറച്ച് പേര് മാത്രമേ യേശു കർത്താവിലേക്ക് വരുന്നുള്ളൂ. എന്നാൽ ഈ റിൻഡു ഒരു ബ്രാഹ്മൺ കുടുംബത്തിൽ ജനിച്ച കുഞ്ഞായിരുന്നു. ഈ കുഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. റിൻഡുവിനെ ട്രെയിൻ ചെയ്ത് എക്വിപ്പ് ചെയ്ത് ബംഗാളിൽ ശക്തമായൊരു ശുശ്രൂഷ മുന്നേറ്റം നടത്താമെന്നൊക്കെ ആ കാലഘട്ടത്തിൽ ആഗ്രഹിച്ചു. പക്ഷേ റിൻഡു പല കാരണങ്ങളാൽ തൻ്റെ പഠിത്തം പൂർത്തീകരിക്കുവാൻ കഴിയാതെ ഞങ്ങളുമായുള്ള എല്ലാ ആത്മീക ബന്ധങ്ങളും ഉപേക്ഷിച്ച് റിൻഡു എവിടെയൊക്കെയോ പോയി. അതിനുശേഷം ഈ 12 വർഷത്തിനിടയിൽ റിൻഡുവിനെ കണ്ടിട്ടില്ല. റിൻഡു എവിടെയാണെന്ന് അറിയില്ല. വല്ലപ്പോഴൊക്കെ റിൻഡുവിനെ ഇങ്ങോട്ട് അയച്ചവരെ കാണുമ്പോൾ ഞാൻ ചോദിക്കും, റിൻഡുവുമായി എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അവരോട് ഇല്ല പാസ്റ്ററെ, ഇല്ല, എവിടെയെന്ന് അറിയില്ല. എന്നാൽ 21 ഓഗസ്റ്റ് രാവിലെ റിൻഡുവിൻ്റെ ഒരു മെസ്സേജ്, സർ, ഞാൻ ദൈവകൃപയിലേക്ക്, ക്രിസ്തുവിൻ്റെ കൃപയിലേക്ക് മടങ്ങി വന്നു. സാറിൻ്റെയൊക്കെ പ്രാർത്ഥനയാണ് കാരണം. എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റില്ല സാറേ. ഞാൻ ഇന്ന്
കൽക്കട്ട ടൗണിനടുത്ത് എയർപോർട്ടിനടുത്ത് ഒരു ചെറിയ സഭാ ശുശ്രൂഷ ആരംഭിച്ചു. 2019 ഞാൻ കർത്താവിൻ്റെ കൃപയിലേക്ക് മടങ്ങി വന്നു. 2021 ഞാൻ വിവാഹിതനായി. ഞാനും എൻ്റെ വൈഫും കർത്തവേല ചെയ്യുന്നു. സാറിൻ്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നെ വന്ന് കാണണം, അല്ലെങ്കിൽ ഞാൻ സാറിനെ വന്ന് കാണാം. എനിക്കുണ്ടായ സന്തോഷം ഭയങ്കര സന്തോഷമാണ്. സ്തോത്രം. അപ്പം നഷ്ടപ്പെട്ട മക്കൾ മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ആ ഒരു ജോയി, ആ ഒരു ആനന്ദം ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. 100 കണക്കിന് നോർത്ത് ഇന്ത്യക്കാരായ ചെറുപ്പക്കാരെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ച് കർത്താവിൽ ജനിപ്പിച്ച് കർത്താവിൽ വളർത്തിയ ഒത്തിരി പേരുണ്ട്. ധാരാളം പേര് ഞങ്ങളുടെ കൂടെ തന്നെയാണ്. കർത്താവിൻ്റെ പേരിൽ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ കൂടെ നിൽക്കുന്നുണ്ട്. കുറച്ച് പേരൊന്നും ഇല്ല, കാരണങ്ങൾ പലതാണ്. പക്ഷെ അവരൊക്കെ തിരികെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നവനാണ്, ഇന്നും പ്രാർത്ഥിക്കുന്നവനാണ്. ഈ റിൻഡു വന്നതുപോലെ അങ്ങനെയുള്ളവരെല്ലാം മടങ്ങി വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മാന്യ പ്രേക്ഷകരെ, എൻ്റെ വാക്കുകൾ നിർത്തുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെയൊക്കെ ലൈഫിൽ നിങ്ങൾ തേടിയ ആത്മാക്കൾ, നിങ്ങളുടെ ആത്മീക മക്കൾ നിങ്ങളുമായുള്ള ബന്ധമൊക്കെ വിട്ടുപോയെങ്കിൽ ഈ ദിവസങ്ങൾ അവർ മടങ്ങി വരും. സന്തോഷത്തോടെ അവരെ കൈക്കൊള്ളുവാൻ തയ്യാറായിരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അല്ല, നിങ്ങളുടെ ബയോളജിക്കൽ മക്കൾ നിങ്ങളുമായുള്ള ബന്ധം വിട്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ച് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, നഷ്ടപ്പെട്ട മക്കൾ വീട്ടിലേക്ക് മടങ്ങി വരുന്ന ദിവസങ്ങളാണ് മുമ്പിലുള്ളത്. നമുക്കതിനായി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയ്ക്കായി, സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ഈ എപ്പിസോഡിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരിൽ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളിൽ ആരെങ്കിലും അവർ മക്കൾ നഷ്ടപ്പെട്ട വേദനയിൽ കഴിയുന്നെങ്കിൽ, നഷ്ടപ്പെട്ട ബന്ധം വിച്ഛേദിച്ചു പോയ മക്കൾ മടങ്ങി വരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതുപോലെ സുവിശേഷ വേലയിൽ അനേക ആത്മാക്കളെ നേടിയ ആത്മീക മക്കൾ, സഭ വിട്ട്, കൂട്ടായ്മ വിട്ട് വിട്ടുപോയവർ, കടന്നുപോയവർ, മാറിപ്പോയവർ മടങ്ങി വരട്ടെ കർത്താവേ. കൂട്ടായ്മ ബന്ധങ്ങളിലേക്ക് മടങ്ങി വരട്ടെ. നഷ്ടപ്പെട്ട ആത്മീക മക്കളാകട്ടെ, ശാരീരിക മക്കളാകട്ടെ, മടങ്ങി വരുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. അത് സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.